വമ്പുറ്റ ഹംസ റളിയല്ലാ ചാടി ടംബിയസുവതിൽ മാറട. ബള്ളൽ നബി മഹമൂദർ ഹൗലിന്ന് വെള്ളം കുടിക്കുന്നോനാരട. ഈ മാപ്പിളപ്പാട്ട് കേൾക്കാത്തവർ കുറവായിരിക്കും. യുദ്ധത്തിനായി ബദറിൽ പ്രവാചകനും സംഘവും തമ്പടിച്ചത് ചരിത്രത്തിൽ ഇന്നായിരുന്നു, അതായത് റമളാൻ 16-ന്. ബദറിൽ പ്രവാചകനും സംഘവും നിർമ്മിച്ച ഹൗലിന്റെ കഥയാണ് ഈ പാട്ടിൽ പറയുന്നത്. 1400 വർഷം മുമ്പുള്ള ആ ഹൗലും യുദ്ധഭൂമിയും ഇന്നുമുണ്ട്. ആ കാഴ്ച കാണാൻ ബദറിലേക്ക് പോകണം. വമ്പുറ്റ ഹംസ റളിയല്ലാ ചാടി ടംബിയസുവതിൽ മാറട എന്ന് പറഞ്ഞ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു മാപ്പിളപ്പാട്ടുണ്ട്. ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ആ മാപ്പിളപ്പാട്ട്. ആ മാപ്പിളപ്പാട്ടിൽ പറയുന്ന ഒരു ഹൗല് ഇന്നും ബദറിൽ പ്രതീകാത്മകമായി നിലകൊള്ളുന്നുണ്ട്. അതാണ് നമ്മുടെ പിറകിൽ ഈ കാണുന്നത്. ഇന്ന് റമളാൻ 16. ബദറിൽ യുദ്ധത്തിനായി പ്രവാചകനും സംഘവും തമ്പടിച്ച ദിവസം. ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യ സായുധ പോരാട്ടമായിരുന്നു ബദർ. പ്രവാചകന്റെ അനുചരന്മാരായി മക്കയിൽ നിന്നെത്തിയ മുഹാജിറുകളും മദീനക്കാരായ അൻസാറുകളുമടക്കം 313 പേരാണ് ഇസ്ലാമിക പക്ഷത്ത് ഉണ്ടായിരുന്നത്. മദീനയിൽ നിന്നും 150 കിലോമീറ്ററോളം അകലെയാണ് ബദറിലെ യുദ്ധഭൂമി. ഈ കാണുന്ന പള്ളി നിലകൊള്ളുന്ന സ്ഥലത്താണ് ബദർ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പേ വരെയുള്ള സമയം പ്രവാചകനും സംഘവും തങ്ങിയിരുന്നത്. ഒരു വശത്ത് മണൽക്കൂനയാൽ നിറഞ്ഞ മല, അതിനപ്പുറത്തായിരുന്നു ബദർ. ബദറിലെത്തിയ പ്രവാചക സൈന്യം ഒരിടത്ത് തമ്പടിച്ചു. കൊടും ചൂടായിരുന്നു അക്കാലം. ബദറിലെ മണ്ണ് വരണ്ടു നിൽക്കുന്ന സമയം. സമീപത്തെ കിണറുകളിലെല്ലാം പേരിന് മാത്രം വെള്ളം. അതെല്ലാം പ്രവാചക അനുചരന്മാർ കണ്ടെത്തി ബണ്ട് കെട്ടി വെള്ളം ശേഖരിച്ചു. അന്നു രാത്രി ശക്തമായ മഴയും വർഷിച്ചു. പ്രവാചകനും സംഘവും നിർമ്മിച്ച ജലസംഭരണിയിൽ നിന്നും വെള്ളമെടുക്കുമെന്നും തകർക്കുമെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് ശത്രുപക്ഷത്തുണ്ടായിരുന്ന അസ്വദ് ബിൻ അബ്ദുൽ അസദ് രംഗത്തെത്തി. ഇദ്ദേഹത്തെ തടയാൻ രംഗത്തിറങ്ങിയത് ഹംസ ബിൻ അബ്ദുൽ മുത്തലിബായിരുന്നു. പിന്നാലെ അസ്വദും ഹംസയും ഏറ്റുമുട്ടി. അസ്വദിനെ കൈക്കരുത്തിലൂടെ ഹംസ വധിച്ചു. ദ്വന്ദ്വയുദ്ധം ആരംഭിച്ചപ്പോൾ ശത്രുപക്ഷത്തെ പ്രധാനികളായിരുന്ന ഷൈബത്തിനെയും ഉത്തുബയെയും ഇദ്ദേഹം തന്നെയാണ് വകവരുത്തിയത്. ബദറിലെ യുദ്ധത്തിൽ പ്രവാചകനും കൂട്ടരും വിജയിച്ചതോടെ അസദുള്ള, അതായത് അള്ളാഹുവിന്റെ സിംഹം എന്നാണ് പ്രവാചകൻ ഹംസയെ വിശേഷിപ്പിച്ചത്. ബദർ ശുഹദാക്കൾ ഉറങ്ങുന്ന സ്ഥലത്ത് നിന്ന് നോക്കിയാൽ തന്നെ ഈ പള്ളിയും പരിസരവും കാണുവാൻ സാധിക്കും. ഹംസ റളിയല്ലാഹുവിന്റെ ധീരതയുടെ അടയാളമായി ഈ ഹൗലും പരിസരവും ഇന്നും ഇവിടെയുണ്ട്. യുദ്ധത്തിൽ മക്കയിൽ നിന്നുള്ള സൈന്യത്തെ നയിച്ച അബൂജഹലും വധിക്കപ്പെട്ടു. ഇവരെയെല്ലാം അടക്കിയ കിണറും ഈ മണ്ണിലാണുള്ളത്. ബദറിൽ വെള്ളം കുടിപ്പിച്ച ഹംസയെ വകവരുത്തണമെന്ന പ്രതിജ്ഞയോടെയാണ് ശത്രുപക്ഷത്തെ പ്രധാനിയായ ഉമയ്യത്തും സംഘവും മടങ്ങിപ്പോയത്. ഉത്തുബയുടെ മകൾ ഹിന്ദും അതുതന്നെ പ്രഖ്യാപിച്ചു. പിന്നീട് നടന്ന ഉഹുദ് യുദ്ധത്തിൽ വഹ്ഷി എന്ന അടിമയെ ഉപയോഗിച്ച് ചാട്ടുളി കൊണ്ടെറിഞ്ഞു വീഴ്ത്തിയാണ് ഇസ്ലാമിലെ ധീരനായിരുന്ന ഹംസയെ വധിച്ചത്. അദ്ദേഹത്തിന്റെ ഖബർ മദീനയിലെ ഉഹുദിന്റെ മണ്ണിലുണ്ട്. ഇദ്ദേഹത്തിന്റെ ശരീരം ശത്രുക്കൾ വികൃതമാക്കിയെന്നും ഇസ്ലാമിക ചരിത്രത്തിൽ പറയുന്നു. മരണത്തിൽ അവസാന വാക്കായി ഹംസ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഞാൻ അള്ളാഹുവിന്റെ സിംഹമാണെന്നായിരുന്നു. മരണത്തോടെ പ്രവാചകൻ ഇദ്ദേഹത്തെ സയ്യിദു ശുഹദാ അഥവാ രക്തസാക്ഷികളുടെ നേതാവെന്ന് വിശേഷിപ്പിച്ചു. ഇന്നും ഇസ്ലാമിക ചരിത്രത്തിൽ ഉജ്ജ്വലമായ പോരാളിയായാണ് ഹംസ അറിയപ്പെടുന്നത്. ബദറിൽ നിന്നും നിസാർ അഹമ്മദിനൊപ്പം അഫ്താബ് റഹ്മാൻ, മീഡിയ 1.